അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 തസ്കിയത്തുൽ വിൽദാൻ, അതിലെ ഒന്നാമത്തെ പാഠവും അതിന്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ അറിയിക്കുക. അപ്പൊ തസ്കിയ ഈ സബ്ജക്റ്റിലെ എല്ലാ പാഠവും നമുക്ക് അറബിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ അതിന്റെ അർത്ഥം മാത്രമാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം നമുക്ക് അതിന്റെ തദ്രീബാത്ത് നോക്കാം. നോക്കൂ, ഒന്നാമത്തെ പാഠം അൽ വഹദത്തുൽ ഊല ഫാത്തിഹത്തുൽ കിതാബ്. ഈ പാഠത്തിൽ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ പാഠത്തിന്റെ തുടക്കത്തിൽ തന്നെ സൂറത്തുൽ ഫാത്തിഹ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർ അത് നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് കറക്റ്റായിട്ട് ഓതി പഠിക്കുക. ഈ പാഠത്തിലെ ഒന്നാമത്തെ പാരഗ്രാഫ് നോക്കൂ. മക്കാനത്തു ഹാദിഹി സൂറ, ഈ സൂറത്തിന്റെ പദവി. ഹാദിഹി സൂറത്ത് ഫാത്തിഹത്തുൽ കിതാബ്, അത് മുതൽ ലി അന്നഹ അസ്ലുൽ ഖുർആൻ, അതുവരെയുള്ള ഭാഗത്തിന്റെ അർത്ഥമാണ് നമ്മൾ നോക്കുന്നത്. ഈ സൂറത്ത് ഫാത്തിഹത്തുൽ കിതാബ് കാരണം അള്ളാഹുവിന്റെ ഖുർആൻ തുടങ്ങപ്പെട്ടത് ഇതുകൊണ്ടാണ്. ഫാത്തിഹത്തുൽ കിതാബ് ഖുർആനിലെ ഏറ്റവും മഹത്തായ അധ്യായം. ഫാത്തിഹത്തുൽ കിതാബ് ഖുർആന്റെ ഉമ്മയാണ്, അഥവാ അടിസ്ഥാനം എന്ന അർത്ഥത്തിൽ ഉമ്മുൽ ഖുർആൻ എന്ന് പറയുന്നു. അടുത്തത് നോക്കൂ. ഫാത്തിഹത്തുൽ കിതാബ് ഹിയ സബഉൽ മസാനി, അത് മുതല് ഫ ഇന്നഹ ഷിഫാഉം മിൻ കുല്ലി ദായിൻ, അത് വരെയുള്ള ഭാഗത്തിന്റെ അർത്ഥം. ഫാത്തിഹത്തുൽ കിതാബ് സബഉൽ മസാനിയാകുന്നു, ആവർത്തിച്ചോതപ്പെടുന്ന 7 സൂക്തങ്ങൾ എന്നാണ് ഇതിനർത്ഥം. എല്ലാ നിസ്കാരത്തിലും ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന സൂറത്തായതുകൊണ്ട് ഈ പേര് ലഭിച്ചു. ഫാത്തിഹത്തുൽ കിതാബിന് ഷാഫിയ എന്നും പേരുണ്ട്, കാരണം ഫാത്തിഹ എല്ലാ അസുഖങ്ങൾക്കും ശമനമാകുന്നു. അടുത്തത് നോക്കൂ. കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുതല് വൽ ഖുർആനുൽ അലീമുല്ലദീ ഊതീതുഹു, അത് വരെയുള്ള ഭാഗത്തിന്റെ അർത്ഥമാണ് നോക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എന്റെ ആത്മാവ് ഏതൊരുത്തന്റെ നിയന്ത്രണത്തിലാണോ അവൻ തന്നെയാണ് സത്യം. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് തുല്യമായത് തൗറാത്തിലോ ഇഞ്ചീലിലോ സബൂറിലോ ഖുർആനിൽ തന്നെയോ അള്ളാഹു ഇറക്കിയിട്ടില്ല. അത് സബോൽ മസാനിയാകുന്നു, എനിക്ക് നൽകപ്പെട്ട ഖുർആനുമാകുന്നു. അടുത്തത് നോക്കൂ. യുസന്നു തഅവ്വുദു ഖബ്ലൽ ഫാത്തിഹ, അത് മുതല് വ ആയത്തും മിനൽ ഫാത്തിഹ, അത് വരെയുള്ള അർത്ഥമാണ് നമ്മൾ നോക്കുന്നത്. ഫാത്തിഹയുടെ മുമ്പ് അഊദു ഓതലും ശേഷം ആമീൻ പറയലും സുന്നത്താണ്. അത് രണ്ടും ഖുർആനിൽ പെട്ടതല്ല, എന്നാൽ ബിസ്മി ഖുർആനിൽ പെട്ടതും ഫാത്തിഹയിലെ ഒരു ആയത്തുമാണ്. അപ്പൊ ഇത്രയാണ് ആ പാഠത്തിൽ പഠിക്കുന്നത്. ഇനി നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീറാണ് നോക്കുന്നത്. നോക്കൂ. തഫ്സീർ. ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാൻ, ഇഹലോകത്ത് എല്ലാവർക്കും കരുണ ചെയ്യുന്നവനായ. അർ റഹീം, സത്യവിശ്വാസികൾക്ക് പരലോകത്ത് പ്രത്യേകം കരുണ ചെയ്യുന്നവനായ. അൽഹംദുലില്ലാ, എല്ലാ സ്തുതികളും അള്ളാഹുവിനാണ്. റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ. അർ റഹ്മാനിർ റഹീം, അതിന്റെ അർത്ഥം നമുക്ക് മുമ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇഹലോകത്ത് എല്ലാവർക്കും കരുണ ചെയ്യുന്നവനായ, സത്യവിശ്വാസികൾക്ക് പരലോകത്ത് പ്രത്യേകം കരുണ ചെയ്യുന്നവനായ. മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനായ. ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് തന്നെ ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഇഹ്ദിന, ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തേണമേ. സിറാത്തൽ മുസ്തഖീം, നേർവഴിയിൽ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ. നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സജ്ജനങ്ങൾ, അവരുടെ വഴിയാണ്. ഗൈരിൽ മഗ്ലൂബി അലൈഹിം, നിന്റെ ശിക്ഷയ്ക്ക് ഇരയായവരുടേതല്ല. വലല്ലാലീൻ, പിഴച്ചവരുടേതുമല്ല. അപ്പൊ ഇത്രയാണ് നമ്മൾ ഫാത്തിഹയുടെ തഫ്സീറായിട്ട് ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഇനി നോക്കൂ, ഈ പാഠത്തിന്റെ തദ്രീബാത്താണ് നമ്മൾ നോക്കുന്നത്. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റ, വായിക്കാനുള്ളതാണ്. നോക്കൂ. അബദ യഅ്ബുദു ഇബാദത്ത്, അൻഅമ യുൻഇമു ഇൻആം, അൻസല യുൻസിലു ഇൻസാൽ, വസിയ യസഉ സാദ്, ഇസ്തഗാന യസ്തഗീനു ഇസ്തിഗാന. ഇനി നോക്ക്, അതിലെ 2.
നൗഉൻ അതിന്റെ ജംഅ് അതായത് ബഹുവചനം അൻവാ. ദാബത്തുൻ അതിന്റെ ജംഅ് ദവാബ്. ഹാമത്തുൻ അതിന്റെ ജംഅ് ഹവാം. ത്വയ്റുൻ അതിന്റെ ജംഅ് തുയൂർ. സമക്കുൻ അതിന്റെ ജംഅ് അസ്മാക്. തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നക്തുബു അദദൽ ഹുറൂഫുൽ ഹിജാഇയ്യ ഫീ കുല്ലി കലിമത്തിൻ. ഇവിടെ നമുക്ക് കുറച്ച് കലിമത്തുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ ബോക്സിൽ അദദുൽ ഹുറൂഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന കലിമത്തുകളുടെ അതിൽ കൊടുത്തിട്ടുള്ള അക്ഷരങ്ങളുടെ എണ്ണമാണ് നമ്മൾ ഇപ്പുറത്തെ ബോക്സിൽ എഴുതേണ്ടത്. നോക്കൂ, കലിമത്ത് മിൻ, മീമ് നൂന്, അപ്പോൾ 2. അടുത്തത് 2. രണ്ടാമത്തത് നോക്കൂ, അസലുൻ, അവിടെ എത്ര ഹർഫുകളുണ്ട്? അലിഫ്, സ്വാദ്, ലാമ്, അപ്പൊ 3 ഹർഫുകൾ, അപ്പൊ അവിടെ 3 എന്ന് എഴുതുക. മൂന്നാമത്തത് നോക്കൂ, ഷിഫാ ഉൻ, അതിൽ എത്ര ഹർഫുകളുണ്ട്? ഷീന്, ഫാ, അലിഫ്, ഹംസ, 4 ഹർഫുകളുണ്ട്. അടുത്തത് ഇഞ്ചിയിൽ, അതില് അലിഫ്, നൂന്, ജീമ്, യാ, ലാമ്, അങ്ങനെ 5 ഹർഫുകളുണ്ട്. അടുത്തത് 5-മത്തത് മുസ്തഖീം, അവിടെ എത്ര ഹർഫുകളുണ്ട്? മീമ്, സീന്, താ, ഖാഫ്, യാ, മീമ്, മൊത്തം 6 ഹർഫുകളുണ്ട്. അപ്പൊ അവിടെ 6 എന്ന് എഴുതുക. തദ്രീബാത്തിലെ 3-മത്തെ പ്രവർത്തനം നക്തശിഫുൽ ഇജാബാത്ത്, അതായത് ഉത്തരം കണ്ടെത്താനുള്ളതാണ്. അപ്പൊ ഇവിടെ ചോദ്യങ്ങളൊക്കെ അറബിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. 1. മാതാ യുസന്നു ബഅദൽ ഫാത്തിഹ, അതിന്റെ അർത്ഥം നോക്കാം. ഫാത്തിഹയ്ക്ക് ശേഷം സുന്നത്താകും എന്ത്? അതിന്റെ ഉത്തരം ആമീൻ പറയൽ. രണ്ടാമത്തെ ചോദ്യം നോക്കൂ, ഫാത്തിഹത്തുൽ കിതാബ് ഉമ്മുൽ ഖുർആൻ ലിമ, അതിന്റെ അർത്ഥം ഫാത്തിഹത്തുൽ കിതാബ് ഉമ്മുൽ ഖുർആൻ ആണ്. കാരണം എന്ത്? ഉത്തരം ഖുർആനിലെ ഏറ്റവും മഹത്തായ അധ്യായമായ ഫാത്തിഹ ഖുർആനിന്റെ ഉമ്മയാണ് അഥവാ അടിസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഫാത്തിഹത്തുൽ കിതാബ് ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യം മൻ ഹഉലാഇ അല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അതിന്റെ അർത്ഥം അല്ലാഹു തആല അനുഗ്രഹം ചെയ്തവർ ആരാണ്? അതിന്റെ ഉത്തരം നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സജ്ജനങ്ങൾ തുടങ്ങിയവർ. നാലാമത്തെ ചോദ്യം ഹലിൽ ബസ്മലതു ആയത്തും മിനൽ ഖുർആൻ, അർത്ഥം ബിസ്മി ഖുർആനിൽപ്പെട്ട ഒരു ആയത്താണോ? അതിന്റെ ഉത്തരം അതെ, ബിസ്മി ഖുർആനിൽപ്പെട്ടതും ഫാത്തിഹയിലെ ഒരു ആയത്തുമാണ്. അഞ്ചാമത്തെ ചോദ്യം ലിമ തുസമ്മൽ ഫാത്തിഹത്തു ബിശ്ശാഫിയ, അർത്ഥം ഫാത്തിഹയ്ക്ക് ഷാഫിയ എന്ന പേര് വരാനുള്ള കാരണമെന്ത്? ഉത്തരം ഫാത്തിഹ എല്ലാ അസുഖങ്ങൾക്കും ശമനം നൽകുന്നു, അതുകൊണ്ടാണ് അതിന് ഷാഫിയ എന്ന പേര് ലഭിച്ചത്. തദ്രീബാത്തിലെ 4-മത്തെ പ്രവർത്തനം നുകവ്വിനുൽ ജുമല കമാഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ വാക്യം നിർമ്മിക്കുക. ഉദാഹരണം നോക്കൂ, ഫി സൂറത്തിൽ ഫാത്തിഹത്തി സബു ആയാത്ത്, അതുപോലെ നമുക്കിവിടെ അൽ ഇഖ്ലാസ്, അന്നാസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതുപോലെ തയ്യാറാക്കാം. നോക്കൂ, ഫി സൂറത്തിൽ ഇഖ്ലാസി അർബഉ ആയാത്ത്. അടുത്ത വരിയില് ഫി സൂറത്തിന്നാസി സിത്തു ആയാത്ത്. ഇനി അതിലെ 2-മത്തെ പ്രവർത്തനം നോക്കൂ, അല്ലാഹു ഹുവർ റഹ്മാൻ, അതുപോലെ ബാക്കി നമ്മൾ എഴുതണം. അല്ലാഹു ഹുവർ റഹീം, അല്ലാഹു ഹുവൽ അസീസ്. ഇനി അതിലെ 3-മത്തെ പ്രവർത്തനം ഫാത്തിഹത്തുൽ കിതാബി ഹിയ ഉമ്മുൽ ഖുർആൻ, അപ്പൊ അവിടെ ഹിയ എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് എഴുതാം. ഫാത്തിഹയുടെ പേരുകളാണ് നമ്മളിവിടെ എഴുതുന്നത്. ഹിയ സബുൽ മസാനി, ഹിയ ഷാഫിയ, ഹിയ ഫാത്തിഹത്തുൽ കിതാബ്. തദ്രീബാത്തിലെ അടുത്ത പ്രവർത്തനം നോക്കൂ, നുഫസ്സിറു ഫീ ലുഗത്തിന, മാതൃഭാഷയിൽ നമ്മൾ തഫ്സീർ എഴുതാനുള്ളതാണ്. നോക്കൂ, 1 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതിന്റെ തഫ്സീർ എല്ലാ സ്തുതികളും ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ്. 2 ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അതിന്റെ തഫ്സീർ നേർവഴിയിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തേണമേ. 3-മത്തേത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിന്റെ തഫ്സീർ ഇഹലോകത്ത് എല്ലാവർക്കും കരുണ ചെയ്യുന്നവനായ, സത്യവിശ്വാസികൾക്ക് പരലോകത്ത് പ്രത്യേകം കരുണ ചെയ്യുന്നവനായ അള്ളാഹുവിന്റെ നാമത്തിൽ. ഇനി നോക്കൂ, അടുത്ത പ്രവർത്തനം തഹസീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. നുഇദു ഫിക്റത അനി സിറാത്തിൽ മുസ്തഖീം, അതിന്റെ അർത്ഥം നേർമാർഗം എന്നതിനെ കുറിച്ചിട്ട് ഒരു ഖണ്ഡിക തയ്യാറാക്കുക. ആ പ്രവർത്തനം നോക്കൂ, നേരായ മാർഗം എന്നത് അർഹിക്കപ്പെടുന്ന ലക്ഷ്യത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന ഏറ്റവും അടുത്ത വഴിയാണ്. ആ ലക്ഷ്യമാകട്ടെ അള്ളാഹുവിന്റെ
പ്രീതിയും തൃപ്തിയും അവനൊരുക്കിയ സ്വർഗപ്രവേശനവും അവനെ ദർശിക്കുന്നതിലൂടെ ലഭിക്കുന്ന ആനന്ദവുമാണ്. ഈ വഴി നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ എന്നിവരുടെ വഴിയാണ്. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹം സിദ്ധിച്ചവരുടെ വഴിയാണ്. അവന്റെ കോപത്തിനിരയായവരുടെ വഴിയല്ല. ആ വഴിയാണ് സിറാത്തുൽ മുസ്തഖീം. ആ വഴി സത്യമായ വഴിയും ഇസ്ലാമിന്റെ വഴിയുമാണ്. ആ വഴിയിൽ ചൊവ്വേ നിൽക്കലല്ലാതെ വിജയത്തിലേക്ക് വേറെ വഴിയില്ല. ഇത് വഴി പിഴച്ചവരുടെ വഴിയല്ല, സത്യം മനസ്സിലാക്കുകയും അതിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്തവരുടെ വഴിയുമല്ല. അപ്പൊ ഇത്രയാണ് നിങ്ങൾ അതിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇതോട് കൂടിയിട്ട് ഈ പാഠത്തിലെ തദ്രീബാത്ത് വർക്കുകളൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.